ഹലോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കടലിലെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ഒരു തേർഡ് ഓഫീസർ എ ഡേ ഇൻ സീ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ പോർട്ടിലായിരിക്കുമ്പോഴും പിന്നെ അതേപോലെ ഷിപ്പ് സീലായിരിക്കുമ്പോഴും നമ്മുടെ റൂട്ടീൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിലുള്ള ഒരു തേർഡ് ഓഫീസർ ഒരു ദിവസമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ വന്ന പാട് ഇവിടെ ചീഫ് ഓഫീസർ ഉണ്ടാവും. ആദ്യം ചീഫ് ഓഫീസർ നമുക്ക് ഹാൻഡ് ഓവർ തരും. അതായത് കഴിഞ്ഞ വാച്ചിൽ എന്തൊക്കെ സംഭവിച്ചത്, ഇനി എന്തൊക്കെ നോക്കാനുള്ളത്, അങ്ങനത്തെ ഒരു ഹാൻഡ് ഓവർ തരും നമുക്ക്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ചീഫ് ഓഫീസർ ഹാൻഡ് ഓവർ തന്നു പോവും. നമ്മൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റേഡിയോ ഓണാക്കിയിടും. കാരണം നമ്മുടെ ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു വാച്ചാണ് ഈ തേർഡ് ഓഫീസറെ വാച്ച്. കാരണം ഈ രാത്രി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം തുടങ്ങിയിട്ട് ഡെക്കിലുള്ള കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് രാവിലെ 8 മണിക്കാണ്. 8 to 12 ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ റേഡിയോയിൽ ഡെക്കിൽ നിന്ന് റേറ്റിങ്സൊക്കെ വിളിക്കും, ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഓരോന്ന് റിപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പം നമ്മൾ റേഡിയോ ഓണാക്കണം. പിന്നത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്യുപ്മെൻറ്റ്സും നൈറ്റ് മോഡിലായിരിക്കും. നമ്മൾ രാത്രി എല്ലാ എക്യുപ്മെൻറ്റ്സും നൈറ്റ് മോഡിലിടും. അപ്പം ഞാൻ വന്നതിന് ശേഷം അതെല്ലാം ഡേ മോഡിലേക്ക് ആക്കണം. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങുക ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം. ഇത് കണ്ടോ, ബ്ലാക്ക് കളർ നമ്മളെ ഫോണിലത്തെ നൈറ്റ് മോഡ് പോലെ. അതൊക്കെ നമ്മൾ ഡേ മോഡിലേക്ക് ഇടണം. ബ്രൈറ്റ്നസ് ഒക്കെ ഫുള്ളാക്കണം. അതാണ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി എല്ലാ എക്യുപ്മെൻറ്റ്സും ഡേ മോഡിലേക്ക് ഇടും. ഇങ്ങനെ കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സും നമ്മൾ ഡേ മോഡിലേക്ക് ഇട്ട്, ഇവിടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ ബാക്കിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇനി എക്യുപ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. ഞാൻ എല്ലാ എക്യുപ്മെൻറ്റ്സും കവർ ചെയ്യണ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതിൽ ഞാൻ എല്ലാ എക്യുപ്മെൻറ്റ്സും എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. അങ്ങനെ നമ്മുടെ വാച്ച് എന്ന് പറഞ്ഞാൽ തേർഡ് ഓഫീസറെ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണി to 12 മണി വരെയാണ്, രാവിലെയും അതുപോലെ രാത്രിയും. അപ്പം അതിന് മുന്നേ 4 to 8 രാവിലെയും രാത്രിയും ചീഫ് ഓഫീസറാണ് വാച്ച് ചെയ്യണത്. അപ്പം ചീഫ് ഓഫീസറാണ് നമ്മൾ റിലീവ് ചെയ്യണത്. അപ്പോൾ 8 മണിക്ക് ഞാൻ ചീഫ് ഓഫീസറെ വന്ന് റിലീവ് ചെയ്ത് എൻ്റെ വാച്ചിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ചീഫ് ഓഫീസറെ വാച്ചിൽ ചീഫ് ഓഫീസർ വേറെ കാര്യങ്ങളാണ് ചെയ്യണത്. പിന്നെ എന്നെ റിലീവ് ചെയ്യുന്നത് സെക്കൻഡ് ഓഫീസറാണ്. പുള്ളിക്കാരൻ 12 മണിക്ക് വരും എന്നെ റിലീവ് ചെയ്യാൻ. പുള്ളിൻ്റെ വാച്ചിൽ പുള്ളി ചെയ്യുന്നത് പുള്ളിൻ്റെ ഡ്യൂട്ടീസാണ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 സ്റ്റിയറിംഗ് പമ്പ് ഉണ്ട് നമ്മളെ ഷിപ്പിന്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും പമ്പ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് പമ്പ് 4ഉം 1ഉം ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പമ്പ് 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 3 നമ്മൾ ഓഫാക്കി. പിന്നെ ലേശം കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പമ്പ് 1 സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം പമ്പ് 2 നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇന്നലെ 3ഉം 2ഉം ആയിരുന്നു, ഇന്ന് 4ഉം 1ഉം. നമ്മളിങ്ങനെ ആൾട്ടർനേറ്റ് പമ്പ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാവിഗേഷൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാണോ നോക്കണം. നമുക്ക് കുറേ നാവിഗേഷൻ ലൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ഓണാണോ എന്ന് നോക്കണം. ഇതിപ്പോൾ ഭയങ്കര ഡയലൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ലൈറ്റൊന്നും വീഡിയോയിൽ കാണുന്നില്ല. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ചെയ്തതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നമ്മുടെ ഫോർമോസ്റ്റ് പ്രയോറിറ്റി നാവിഗേഷനാണ്. അപ്പോൾ നമ്മൾ വന്ന പാട് അതാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാം വേറെ വെസൽസ് ഒന്നും ഇല്ല വിസിനിറ്റിയിൽ. അപ്പോൾ
അപ്പം ക്ലിയറാണ്. എന്നോട് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ലാവിഷായിട്ട് ചെയ്യാം. അപ്പം ഇവിടെ ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാഫിക് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. നാവിഗേഷനാണ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി. നാവിഗേഷൻ ഈസി പീസി ആണ്. നമ്മൾ ഓപ്പൺ സീലാണ്, ട്രാഫിക് ഒന്നുമില്ല, റിലാക്സ് ചെയ്തോടെ ഇരുന്നാൽ മതി. അങ്ങനെ ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഹാൻഡ് സ്റ്റിയറിങ്. അപ്പം നമ്മൾ പമ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡ് സ്റ്റിയറിങ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എല്ലാ ദിവസവും. കാരണം നോർമലി ഷിപ്പ് റൺ ചെയ്യണത് ഓട്ടോ പൈലറ്റിലാണ്. ഇത് നമ്മൾ വേണ്ടി ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഗ്രി ഓട്ടോമാറ്റിക്കലി ഷിപ്പ് ഫോളോ ചെയ്യും, നമ്മളെ ടെസ്ല കാറൊക്കെ പോലെ. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കണം, നമ്മളെ ഹെഡിങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഷിപ്പ് ഓട്ടോമാറ്റിക്കലി അതിൽ പോയിക്കോളും. പക്ഷേ ഈ പമ്പ് ചേഞ്ച് ചെയ്യണതും ഹാൻഡ് സ്റ്റിയറിങ് ടെസ്റ്റ് ചെയ്യണതും അതൊക്കെ ഞാനാണ് ഇവിടെ ഡെയിലി ചെയ്യണം ഇതൊക്കെ. അപ്പം എൻ്റെ വാച്ചിലാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ പമ്പ് ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് ഹാൻഡ് സ്റ്റിയറിങ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇപ്പോൾ ഓട്ടോ പൈലറ്റ് ഇതാണുള്ളത്, ഹാൻഡ് സ്റ്റിയറിങ്ങിലേക്ക് ഇട്ട് എന്നിട്ട് നമ്മളൊരു 5 ഡിഗ്രി പോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത്, ഇതാണ് റഡർ ആംഗിൾ ഇൻഡിക്കേറ്റർ. നമുക്കിവിടെ കാണാം 5 ഡിഗ്രി പോർട്ടിലേക്ക് റഡർ പോയിട്ടുണ്ട്. ഇതാണ് റേറ്റ് ഓഫ് ടേൺ ഇൻഡിക്കേറ്റർ, അതായത് 5 ഡിഗ്രി ടേൺ നമ്മുടെ ഷിപ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം ഹാൻഡ് സ്റ്റിയറിങ് വർക്കിംഗ് ആണ്. നമ്മളത് 0ലേക്ക് ഇട്ട് ഓട്ടോ പൈലറ്റിലേക്ക് തന്നെ ഇട്ട്. എനിക്കറിയാം ഈ 5 ഡിഗ്രി പോർട്ട് എന്താണ്, ഈ പോർട്ട് എന്താണ്, ഈ റേറ്റ് ഓഫ് ടേൺ ഇൻഡിക്കേറ്റർ എന്താണ്, റഡർ ആംഗിൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ തരാം. ഈ ഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പോർട്ട് എന്നാണ് പറയുക, റൈറ്റ് സൈഡ് സ്റ്റാർ ബോർഡ് എന്നും പറയും. അപ്പം 5 ഡിഗ്രി പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് 5 ഡിഗ്രി, അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇത് 5 ഡിഗ്രി, 10 ഡിഗ്രി, 15, 20, 25, 30 അങ്ങനെ അവിടെ നമുക്ക് ഡിഗ്രിയിൽ നമ്മൾ ടേൺ ചെയ്യും. അപ്പം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് 5 ഡിഗ്രി നമ്മൾ വളച്ച്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡർ ആംഗിൾ ഇൻഡിക്കേറ്ററാണ് ഈ സെൻറ്ററിലുള്ളത്. റഡർ ആംഗിൾ ഇൻഡിക്കേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അവിടെയും അതുപോലെ വരുന്നുണ്ടോയെന്ന് നോക്കണം. ഇവിടെ 5 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും 5 ഡിഗ്രി വരണം. അതായത് നമ്മുടെ റഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഷിപ്പിനെ ടേൺ ചെയ്യാൻ സഹായിക്കുന്ന സാധനം, അത് 5 ഡിഗ്രി തിരിഞ്ഞിക്കണമെന്നുള്ള ഇൻഡിക്കേറ്ററാണ് റഡർ ആംഗിൾ ഇൻഡിക്കേറ്റർ. അപ്പം നമ്മളിവിടെ 5 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ 5 ഡിഗ്രി റഡർ തിരിയണം. അത് തിരിഞ്ഞിക്കണമെങ്കിൽ അവിടെ 5ലേക്ക് പോകും, ഇടത്തോട്ട് 5ലേക്ക് പോകും. പിന്നെ ഇത് റേറ്റ് ഓഫ് ടേൺ ഇൻഡിക്കേറ്റർ എന്ന്, ഈ മിഡിലുള്ളത് റേറ്റ് ഓഫ് ടേൺ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5ലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ നമ്മളെ ഷിപ്പ് 5 ഡിഗ്രി ടേൺ ചെയ്യും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ 10ലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത 1 മിനിറ്റിൽ ഷിപ്പ് 10 ഡിഗ്രി ടേൺ ചെയ്യും. അപ്പം ഈ ടേണിൻ്റെ റേറ്റ് സൂചിപ്പിക്കുന്ന മീറ്ററാണ് ഇത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഷിപ്പ് ഓട്ടോ പൈലറ്റിലാണ്. ഓട്ടോ പൈലറ്റ് കോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കമാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം അടുത്തത് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ കുറച്ച് ലേറ്റായി, നമ്മൾ കപ്പെടുക്കാം. നല്ലൊരു ബ്ലാക്ക് കോഫി കുടിച്ച 4 മണിക്കൂർ ഓണായിരിക്കും. കോഫി മെഷീൻ ഓഫാണ്, നമുക്കത് ഓണാക്കാം. ഓണാവാൻ കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. നമ്മുടെ കോഫി മെഷീൻ ഓണാകാൻ വരെ നമുക്ക് ഒരു ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കോഫി മെഷീനൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല ഒറിജിനൽ കോഫി ബീൻസാണ്, നമ്മളെ നാട്ടിൽ കിട്ടുന്ന കെമിക്കൽ കോഫി അല്ല. അതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കമൊന്നും ഉണ്ടാവില്ല, സെറ്റ് സാധനം.
നോർമലി രാത്രി ഞാൻ ഡബിൾ എക്സ്പ്രസ്സോ ആണ് കുടിക്കൽ. കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഉറക്കമോ വൈക്ക് വരില്ല. പക്ഷെ രാവിലെ ഞാൻ ഓൾറെഡി ഓൺ ആയതുകൊണ്ട് ഒരു സിംഗിൾ എക്സ്പ്രസ്സോ വിത്ത് മിൽക്കാണ് ഞാൻ കുടിക്കുന്നത്. നമുക്കാണെങ്കിൽ ക്യാപ്പച്ചീനോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സമയമുള്ളവർക്ക് ഇതൊക്കെ വെച്ചിട്ട് ക്യാപ്പച്ചീനോ ഒക്കെ ആണെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മളെ ബ്രിഡ്ജിത്തെ മെയിൽ ബോക്സാണ്. ഇതിലാണ് കമ്പനിയിൽ നിന്നും പിന്നെ ഏജൻറ്റിൻ്റെ അടുത്തു നിന്നും ഡിപ്പാർച്ചറിൻ്റെ ഡീറ്റെയിൽസ്, അറൈവലിൻ്റെ ഡീറ്റെയിൽസും പൈലറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇതിലാണ് വരിക. അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും മെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമുക്കൊരു ലോഗ് ബുക്ക് ഉണ്ട് അവിടെ. ഇത് നമ്മളെല്ലാ മണിക്കൂറിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഉള്ളത് എന്ന് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഇത് നമ്മളെ ജൈറോ കോഴ്സ്, അതായത് നമ്മൾ ഹെഡ് ചെയ്യുന്ന ഹെഡിങ്, അതായത് ജൈറോ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യണത്. അതിൽ നമ്മൾ പോണ ഹെഡിങ് 26. ഇത് മാഗ്നറ്റിക് കോമ്പസ്, നമ്മളെ സാധാ കോമ്പസ്, അതുകൊണ്ട് ഇവിടെ ഷിപ്പിൽ അതിൻ്റെ ഹെഡിങ് തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ളത്. ഇത് ഡീവിയേഷനും വേരിയേഷനും ഒക്കെ ചേർന്നിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നമ്മളെ ഡീവിയേഷൻ എത്ര, വേരിയേഷൻ എത്ര, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അതൊക്കെ എവിടെ നിന്ന് എടുക്കുക ഒക്കെ അതിനൊക്കെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ട്രൂ കോഴ്സ്, അതായത് ചാർട്ടിൽ നമ്മൾ ഫോളോ ചെയ്യണ ട്രാക്ക്, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യണത്. ഇതാണ് പിന്നെ GPS പൊസിഷൻ, നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ. ഇതൊക്കെ നമ്മൾ എല്ലാ അവറിലും നോട്ട് ചെയ്യണം. അങ്ങനെ 4 മണിക്കൂറാണ് ഒരു വാച്ച്. 4 മണിക്കൂർ വാച്ചിൽ പിന്നെ നമ്മൾ 12 o'clock ലാസ്റ്റത്തെ വാച്ചിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും വേണം. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വെതർ ഇൻഫർമേഷൻ, അതായത് ഇപ്പോഴത്തെ കറണ്ട് വെതർ എന്താണ്, പിന്നെ വിൻഡ് അതായത് നമ്മളെ വിൻഡിൻ്റെ സ്പീഡ്, വിൻഡിൻ്റെ കണ്ടീഷന്, സീൻ്റെ കണ്ടീഷൻ, സീൻ്റെ സ്പീഡ്, പിന്നെ വിസിബിലിറ്റി എത്രയാണ്, എയർ ടെമ്പറേച്ചർ, പിന്നെ സീ ടെമ്പറേച്ചർ, പിന്നെ പ്രഷർ എത്രയാണ്, എത്ര RPM-ലാണ് ഷിപ്പ് പോണത്, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ലുക്കൗട്ടായിട്ട് അഡീഷണലായിട്ട് ആരെങ്കിലും ബ്രിഡ്ജിലുണ്ടോ അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പേരും ഒപ്പുമിട്ട് സൈൻ ചെയ്യുക. വാച്ച് കത്തം, അത് ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്ന്, നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഒരു ചെക്ക് ലിസ്റ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ 8 മണിക്ക് ചീഫ് ഓഫീസർ, 4 മണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ 8 മണിക്ക് ചീഫ് ഓഫീസർ റിലീവ് ചെയ്തതിന് ശേഷം ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരമാണ് ഹാൻഡ് ഓവർ എടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ചീഫ് ഓഫീസർ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ ഞാൻ ടിക്കറ്റ് സൈൻ ഇടണം. അതാണ് ഹാൻഡ് ഓവർ ചെക്ക് ലിസ്റ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നമ്മുടെ എക്കോ സൗണ്ടറിൻ്റെ റേഞ്ച് എപ്പോഴും കറക്റ്റായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. എക്കോ സൗണ്ടർ പറഞ്ഞാൽ നമ്മളെ താഴത്ത് നമ്മളെ ഷിപ്പിൻ്റെ അണ്ടറിൽ എത്ര ഡെപ്ത് ഉണ്ട് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് എക്കോ സൗണ്ടർ. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമ്മൾ പ്രോപ്പറായിട്ട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഓപ്പൺ മെഷീനാണ്, ഇവിടെ എന്തായാലും ഡെപ്തിൻ്റെ ഇഷ്യൂ ഇല്ല. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ നമുക്ക് ബിൽജ് അലാംസ് വരും. അതായത് നമ്മളെ ഷിപ്പിൽ കുറേ റീഫർ കണ്ടെയ്നർ ക്യാരി ചെയ്യുന്നുണ്ട്. അതായത് ഈ റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സ്, ഫ്രൂട്ട്സ്, മീറ്റ്, അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റെഫ്രിജറേറ്റർ പോലെ ഇങ്ങനെ കൂൾ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആ കണ്ടെയ്നേഴ്സിൽ നിന്ന് വാട്ടറൊക്കെ പുറത്തോട്ട് വരും. അപ്പം നമുക്ക് ഈ കാർഗോ ഹോൾഡിൻ്റെ താഴത്ത് ബിൽജ് ഉണ്ട്. ഈ ബിൽജിൽ ഒരു പരിധിക്ക് അപ്പുറം വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള അലാറം വരും. അപ്പോൾ ആ അലാറം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ
ഡ്യൂട്ടി ആബിനെ കാർഗോൾഡിലേക്ക് സെൻഡ് ചെയ്തിട്ട് ഈ അലാറം, അതായത് ആ ബിൽജിലുള്ള വാട്ടർ ചെക്ക് ചെയ്യാനും അതിലെത്ര പെർസെൻറ്റേജ് വാട്ടർ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഈ ക്ലീൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പമ്പ് ചെയ്ത് അലാറം റീസെറ്റ് ചെയ്യും. ഇത് നമ്മൾ ആബിന് സെൻഡ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ടാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീക്കായിട്ടാണോ ഈ ബിൽജെല്ലാം വന്നതെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. കാരണം ഈ റീഫർ കണ്ടെയ്നേഴ്സ് നിന്ന് ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പം ഇത് എൻജിനീയേഴ്സ് അവർ എൻജിൻ റൂമിൽ നിന്ന് പോവാണ്. അപ്പോൾ അലാറം ബ്രിഡ്ജിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് കൺട്രോൾ. ഞാൻ ജസ്റ്റ് അക്നോളജ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം WH വീൽ ഹൗസിലാണ് കൺട്രോൾ. അതായത് എൻജിൻ റൂമിൽ ഇപ്പോൾ ആരുമില്ല. നോർമലി എൻജിൻ റൂമിൽ അവരുണ്ടാകുമ്പോൾ കൺട്രോൾ അവരുടെ അടുത്തായിരിക്കും. ഇനി ഈ മിന്നണ സാധനം കണ്ടില്ല, ഇതാണ് ബൻവാസ്. ബൻവാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മോണിറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വേണ്ട 11 മിനിറ്റ് 52 സെക്കൻഡ് റിമൈനിങ് ഉണ്ട്. അതായത് എല്ലാ 12 മിനിറ്റിലും ഈ അലാറം അടിയും. ഇത് നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കണം. റീസെറ്റ് ചെയ്താൽ കാണാം ബാക്ക് ടു 12. അപ്പോൾ അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നാവിഗേഷണൽ ഓഫീസർ ബ്രിഡ്ജ് കിടന്ന് ഉറങ്ങുകയോ ബോധം കെട്ട് വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അലാറം റീസെറ്റ് ചെയ്യാൻ പുള്ളിക്കാരൻ ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ അലാറം നേരെ ക്യാപ്റ്റൻ്റെ ക്യാബിനിലേക്ക് പോകും. അപ്പോൾ ക്യാപ്റ്റന് മനസ്സിലാവും നാവിഗേഷണൽ ഓഫീസർ അൺകോൺഷ്യസ് സ്റ്റേജിലാണ്. അപ്പോൾ ക്യാപ്റ്റൻ ഓടി ബ്രിഡ്ജിലേക്ക് വരും. അതാണ് ഇതിൻ്റെ പർപ്പസ്. നമ്മൾ ഉറങ്ങി പോകാണ്ടിരിക്കാനും പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അറിയാനും വേണ്ടിയിട്ട്. കാരണം ബ്രിഡ്ജ് ഒരിക്കലും നമ്മൾ അൺമാൻ ചെയ്തിടില്ല. സദാസമയം 24/7 ബ്രിഡ്ജിൽ ഒരാൾ കോൺഷ്യസ് ആയിട്ട് ഉണ്ടാവണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ ദിവസവും 10 മണിയാകുമ്പോൾ നമുക്ക് കമ്പനിക്ക് റിപ്പോർട്ട് അയക്കണം. അത് ഞാൻ ഓൾറെഡി ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എത്രയായി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എൻജിൻ റൂമിൻ്റെ റിപ്പോർട്ടാണ് ഇനി പെൻഡിങ്ങിനുള്ളത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തൊക്കെ ഇൻഫർമേഷനുള്ളത്, നമ്മൾ അടുത്ത അറൈവൽ പോർട്ട്, ഏത് പോർട്ടിലേക്കാണ് പോണത്, പിന്നെ ഏകദേശം എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ എപ്പോഴാണ്, ഇനി എത്ര ഡിസ്റ്റൻസ് ബാക്കിയുണ്ട് പൈലറ്റ് സ്റ്റേഷനിലേക്ക്, പിന്നെ കഴിഞ്ഞ റിപ്പോർട്ട് പീരീഡ് തൊട്ട് ഈ റിപ്പോർട്ട് പീരീഡ് വരെ നമ്മൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫോർവേഡത്തെ ഡ്രാഫ്റ്റ് എത്രയാണ്, ആഫ്റ്റ് ഡ്രാഫ്റ്റ് എത്രയാണ്, പിന്നെ ബല്ലാസ്റ്റ് വാട്ടർ എത്ര മെട്രിക് ടൺ വാട്ടർ ബല്ലാസ്റ്റ് ടാങ്കിലുണ്ട്, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്ര, നമ്മൾ അടിയിൽ ഷിപ്പിൻ്റെ താഴെ എത്ര ആഴമുണ്ട്, അങ്ങനെ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും 10 മണിക്ക് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യണം. 10 മണി എൻ്റെ വാച്ചിലായതുകൊണ്ട് ഈ റിപ്പോർട്ടിങ് ഞാനാണ് ചെയ്യണത്. അങ്ങനെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്, എൻജിൻ റൂമിൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്. ബ്രിഡ്ജ് ഓക്കെയാണ്, എൻജിൻ റൂം ചീഫ് എൻജിനീയർ റിപ്പോർട്ട് ക്ലോസ് ചെയ്യും. പിന്നെ ഇത് നമ്മളെ ഷിപ്പിൻ്റെ ഡെയിലി ഫിഗേഴ്സാണ്. ഇതിൽ ഡ്രാഫ്റ്റ്, പിന്നെ നമ്മളെ GM, ബല്ലാസ്റ്റ് ടാങ്കിലെ വാട്ടർ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇതെല്ലാ ദിവസവും ചീഫ് ഓഫീസർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ചീഫ് ഓഫീസർ വാച്ച് കഴിഞ്ഞ് ഷിപ്സ് ഓഫീസ് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ 18th ഇന്നത്തെ വാല്യൂ ചീഫ് ഓഫീസർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ലോഗ് ബുക്കിൽ എൻ്റർ ചെയ്യണം. അത് എൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ഓഷ്യനിലാണ്. നമ്മൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യൻ ക്രോസ് ചെയ്യാണ്. നമ്മൾ ഇൻ ദ മിഡിൽ ഓഫ് ദ സീ ആണ്, ഇൻ ദ മിഡിൽ ഓഫ് നോവർ. സോ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. നോർമലി കുറേ ട്രാഫിക്കും പിന്നെ നമുക്ക് കുറേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും കമ്പ്യൂട്ടറിൽ കുറേ ജോബും കാര്യങ്ങളൊക്കെ. ആ ഡിപ്പെൻസ്, എല്ലാ ദിവസവും ഒരേ ജോബായിരിക്കില്ല. ചിലപ്പോൾ കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ടൈമിൽ നമുക്ക് നാവിഗേഷനും പേപ്പർ വർക്കും കൂടി ഡീൽ ചെയ്യാൻ പറ്റാത്ത ടൈമിൽ നമുക്കൊരു അസിസ്റ്റൻസ് ആയിട്ട് നമുക്കൊരു എല്ലാ ഓഫീസേഴ്സിനും ഒരു AB ഉണ്ടാവും. ആ AB ഇപ്പോൾ ഡെക്കിൽ എന്തോ ജോബ് ചെയ്യുമായിരിക്കും, മെയിൻ്റനൻസ് വർക്ക് ചെയ്യാണ്.
അപ്പം പുള്ളിക്കാരൻ എനിക്ക് ആവശ്യമില്ലാത്ത ടൈമിൽ പുള്ളി ഡെക്കിൽ ഓരോ ജോബിൽ ഏർപ്പെടും. എനിക്ക് ഇവിടെ കുറേ ട്രാഫിക്കും വേറെ കുറേ വർക്കും ചെയ്യാണ്ടെങ്കിൽ പുള്ളിനെ സഹായത്തിന് എനിക്ക് വിളിക്കാം. അതിനാണ് നമ്മൾ റേഡിയോ ഒക്കെ ഓണാക്കിയത്. അപ്പോൾ ഈ റേഡിയോയിൽ പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു 5 മിനിറ്റ് കൊണ്ട് ബ്രിഡ്ജിലെത്തും. പുള്ളി ലുക്കൗട്ട് ചെയ്യാം, എനിക്ക് എൻ്റെ വർക്ക് ക്യാരി ഓൺ ചെയ്യാം. പുള്ളിക്കാരൻ ട്രാഫിക്കോ നമ്മൾ കൺസേൺ ചെയ്യുന്ന എന്തെങ്കിലും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നമ്മളെ ഇൻഫോം ചെയ്യും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാം. അതായത് ഒരു എക്സ്ട്രാ ഹാൻഡ്. എപ്പോഴും 4 eyes ആർ ബെറ്റർ ദാൻ 2 eyes എന്നല്ലേ. സോ ഒരു അസിസ്റ്റൻസിന് പുള്ളി ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല വെതറാണ്, നല്ല അടിപൊളി വെതറാണ്. റെയിൻ ക്ലൗഡ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യണം. വല്ല റെയിൻ ക്ലൗഡ്സോ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഡെവലപ്പായി നമ്മൾ നോട്ടീസിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെതറൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓൺബോർഡ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ പുറത്തുള്ള വിസിബിലിറ്റിയും പുറത്തുള്ള റെയിൻ ക്ലൗഡ്സും പിന്നെ ഈ ആപ്ലിക്കേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ അഥവാ വല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്കിൽ വിളിച്ചിട്ട് പറയണം മഴ വരുന്നുണ്ട്. കാരണം അവർ പെയിൻറ്റിങ്ങും അങ്ങനത്തെ ജോബൊക്കെ ചെയ്യായിരിക്കും. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ വാണിംഗ് കൊടുക്കണം, മഴ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യണം. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ജോബാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ജൈറോ കോമ്പസിൻ്റെ എറർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനൊരു സ്മോൾ എറർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എറർ എത്രയാണെന്നുള്ളത് നമ്മൾ എല്ലാ വാച്ചിലും എല്ലാവരും ഒരു പ്രാവശ്യം കണ്ടുപിടിക്കണം. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റാണിത്, അസിമുത്ത് സർക്കിൾ. അപ്പം നമ്മളെ ഹാഷിറൊക്കെ പറഞ്ഞ പോലെ നമ്മളെ പൂർവികർ കണ്ടുപിടിച്ചൊരു സംഭവമാണിത്. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല. നാവിഗേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. സൂര്യനും ചന്ദ്രനും പിന്നെ നക്ഷത്രങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് GPS പിന്നെ എഗ്ഡിസും റഡാറും ഒക്കെ ഉള്ളതുകൊണ്ട് നാവിഗേഷനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ. പക്ഷെ നമ്മൾ കുറേ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് പൊസിഷനും കാര്യങ്ങളൊക്കെ പണ്ട് കണ്ടുപിടിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഈ അസിമുത്ത് സർക്കിളും പിന്നെ അതേമാതിരി സൂര്യനും ചന്ദ്രനും ആ കാൽക്കുലേഷനും ആ ടേബിൾസും അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പം നമ്മുടെ കോമ്പസിൻ്റെ എറർ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനു വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് കാഡറ്റായിരിക്കുമ്പോൾ എന്നും എൻ്റെ ജോബായിരുന്നു ഇത് വെച്ചിട്ട് നമ്മൾ സൂര്യൻ്റെ ബിയറിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കോമ്പസ് എറർ കണ്ടുപിടിക്കാനുള്ളത്. അതിനോട് എനിക്കിഷ്ടമല്ല ഈ സാധനം ചെയ്യണത്. എനിക്കിപ്പോൾ കാഡറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊന്നും കറക്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൽ കുറേ കാൽക്കുലേഷനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഇത് നമ്മുടെ ചെയറാണ്. അവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുക. സെക്കൻഡ് ഓഫീസർ വരുന്നതും കാത്തിട്ട്. പുള്ളി 12 മണിക്കാണ് പുള്ളിൻ്റെ വാച്ച്. ഒരു 11:55 ആകുമ്പോൾ പുള്ളിക്കാരൻ വരും. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കും. 12 മണിക്ക് പുള്ളി വാച്ച് ടേക്ക് ഓവർ ചെയ്യും. അപ്പം അതാണ് നമ്മൾ ബ്രിഡ്ജിൽ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ട്രാഫിക്കൊന്നും ഇല്ലെങ്കിലാണ് കേട്ടോ. ട്രാഫിക് ഇല്ലെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഇങ്ങനെ കോഫിയും കുടിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി ബ്രിഡ്ജിൽ. പക്ഷേ ട്രാഫിക് ഉള്ളപ്പം നല്ല പ്രഷറാണ് തലയ്ക്ക്. കാരണം ഷിപ്പിന് ബ്രേക്ക് ഇല്ല. കുറേ കിലോമീറ്റർ മുന്നേ ആക്ഷൻ എടുക്കണം. പിന്നെ നമ്മളെതിരെ വരുന്ന ഷിപ്പ് റൂൾസ് ഫോളോ ചെയ്തോളുന്നൊരു നിർബന്ധമില്ല. അപ്പം ട്രാഫിക് കുറച്ച് സീനാണ്. പ്രത്യേകിച്ച് ചൈനയിലൊക്കെ പോകുമ്പോൾ ഫുള്ള് ഫിഷിംഗ് വെസൽസ് ആയിരിക്കും. അതാ നേരെ കാണാൻ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിറച്ച് ഫിഷിംഗ് ബോട്ടായിരിക്കും. ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, റൂൾസും ഫോളോ ചെയ്യില്ല. അപ്പം പറഞ്ഞു വന്നത് ഫിഷിംഗ് വെസൽ ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, റൂൾസും ഫോളോ ചെയ്യില്ല. തലവേദനാണ്. ട്രാഫിക് ഇല്ലെങ്കിൽ പീസാണ്. അപ്പം നമ്മുടെ ക്ലിയർ വെതർ മാറി കുറച്ച് റെയിൻ ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഷവർ പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ ഡെക്കിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പോട്ട് വർക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് മുന്നേ അവർക്ക്
നോട്ടീസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്ത് അതിനനുസരിച്ച് നിൽക്കാം. അപ്പം നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ചെറിയ ഒരു ഷവർ വന്ന് അവരെ ഇൻഫോം ചെയ്തത് നന്നായി. അത് കഴിഞ്ഞനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ വൈപ്പർ ഇട്ട് നമ്മുടെ വിൻഡോ ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ 12 മണിൻ്റെ ലാസ്റ്റത്തെ എൻട്രിയും മെയ്ഡ് ചെയ്ത് പേരും സൈനൊക്കെ ഇട്ട് നമ്മൾ സെക്കൻഡ് ഓഫീസറിൻ്റെ വരവിന് വേണ്ടി കാത്തുക്കാണ്. അങ്ങനെ സെക്കൻഡ് ഓഫീസർ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. പുള്ളിക്ക് ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇനി ഒറ്റൊരു കാര്യം കൂടി ടെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് പോണതിൻ്റെ മുന്നേ, അതായത് നമ്മുടെ ഷിപ്പിൻ്റെ എമർജൻസി അലാം ടെസ്റ്റ് ചെയ്യണം. പിന്നെ ബ്രിഡ്ജിൻ്റെ വിസിൽ, അതായത് ബ്രിഡ്ജിൻ്റെ ഹോൺ, നമുക്ക് 2 ഹോണുണ്ട്. ഒന്ന് ഫോർവേഡിലും ഒന്ന് നമ്മുടെ ബ്രിഡ്ജിൻ്റെ മുകളിലും. അപ്പോൾ ആദ്യം ഫോർവേഡത്തെ സ്വിച്ച് ഓൺ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്രിഡ്ജിന് മുകളിലുള്ളതിലേക്ക് ഇട്ട് അതും ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ബ്രിഡ്ജത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം ഇനി അടുത്തത് നമ്മുടെ മെയിൻ പരിപാടിയാണ് ലഞ്ച്. നമ്മളിപ്പോൾ ഉള്ളത് എച്ച് ഡെക്കിലാണ്. ലിഫ്റ്റ് വിളിച്ചുകൊണ്ട് നമ്മുടെ ഡൈനിങ് സലൂണ് ബി ഡെക്കിലാണ്. കുറേ താഴോട്ട് പോകാണ്ട്. അപ്പം സ്റ്റെപ്പ് ഇറങ്ങാൻ മടിയായതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നു. ലിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ടോട്ടൽ പ്ലാൻ. കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ഷിപ്പിൻ്റെ ഒരു ടൂറ് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. അതിലെല്ലാ സ്ഥലവും നമുക്ക് കവർ ചെയ്യാം. അപ്പം 12 മണി തൊട്ട് 1 മണി വരെയാണ് നമ്മുടെ ഷിപ്പിൽ ലഞ്ച് ടൈം. പിന്നെ നല്ല വിശാലമായിട്ടുള്ള ലഞ്ചൊക്കെ ഉണ്ട്, നല്ല ബിരിയാണിയൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് ഒരു 4 സെറ്റ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഓഫീസേഴ്സ് മെസ് റൂമിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കല്. ഇവിടെ ഓഫീസേഴ്സിന് മെസ് റൂമുണ്ട്, ക്രൂവിനൊരു മെസ് റൂമുണ്ട്. പിന്നെ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ബോയിലർ സൂട്ടിൽ ഫുഡ് കഴിക്കാൻ ഒരു ഡ്യൂട്ടി മെസ് റൂമുണ്ട്. അങ്ങനെ 3 മെസ് റൂമുണ്ട് ഷിപ്പിൽ ടോട്ടൽ. അപ്പോൾ 1 മണി വരെയുള്ള മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തന്നെ 1/2 മണിക്കൂറുണ്ട്. ഈ ബാക്കിയുള്ളതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ആരും കാണില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ബാക്കി ഞാൻ സെക്കൻഡ് പാർട്ടാക്കി ഇറക്കണതാണ്. ഇനി നമുക്ക് കുറേ അടിപൊളി പരിപാടി ചെയ്യാണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ബെൽ ബട്ടണും എന്തൊക്കെ ബട്ടണുണ്ടോ എല്ലാത്തിലും പിടിച്ചമർത്തിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം. ബൈ.